ലേഖനത്തിൽ നിന്നാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 22 വരെയുള്ള വാക്യങ്ങൾ ചുരുങ്ങിയ നിലയിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. അതേസമയം തന്നെ 9-ാം അധ്യായം നാം ഇടയ്ക്ക് വിട്ടിട്ടാണ് 10-ാം അധ്യായത്തിലേക്ക് വന്നത്. ദൈവം വെച്ചാൽ ഈ 10-ാം അധ്യായത്തിന് ശേഷം വീണ്ടും നാം 9-ാം അധ്യായത്തിലേക്ക് മടങ്ങിപ്പോകും. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ വിവിധ വിഷയങ്ങൾ അവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഭാഗത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചതായിരിക്കുന്ന ഇസ്രായേലിന് ലഭിച്ചതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതേസമയം തന്നെ അവർക്ക് അത്രമാത്രം അനുഗ്രഹങ്ങൾ ലഭിച്ചുവെങ്കിലും ദൈവത്തിന്റെ കരുതൽ അവർക്ക് ലഭിച്ചുവെങ്കിലും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന പാളിച്ചകൾ മുഖാന്തരം ദൈവം അവരിൽ പ്രസാദിച്ചില്ല. 5-ാം വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഇന്ന് ജീവിക്കുന്ന നമ്മളൊക്കെ ഉള്ള ബന്ധത്തിൽ, ഈ സഭാകാലയളവിൽ ജീവിക്കുന്ന നമ്മോടൊക്കെ ഉള്ള ബന്ധത്തിലും നാം ഓർക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷയം, ദൈവം അനവധിയായിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകിയാണ് നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഭൗതികമായ നന്മകളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ തലമുറയേക്കാളൊക്കെ അപ്പുറമായിരിക്കുന്ന ഭൗമിക നന്മകൾ നാം ഓരോരുത്തരും നമ്മുടെ കഴിഞ്ഞ തലമുറയെ കുറിച്ചിട്ട് ഓർത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ പലപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥയിലേക്ക് നാം പോകുന്നു. ഇസ്രായേലിനെ സംഭവിച്ചതായിരിക്കുന്ന വീഴ്ചയും അത് മുഖാന്തരം ദൈവം അവരോട് എങ്ങനെ ഇടപെട്ടു എന്നുള്ള കാര്യവുമൊക്കെയാണ് അതിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകമായിട്ട് 1-2 വാക്യങ്ങൾ നമ്മോട് ശ്രദ്ധിക്കേണ്ടത്, 11-ാമത്തെ വാക്യത്തിൽ ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. 6-ാമത്തെ വാക്യത്തിലും അങ്ങനെ പറയുന്നുണ്ട്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടത് തന്നെ. 11-ാമത്തെ വാക്യത്തിൽ ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തില് നല്ല കാര്യങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ അനേകർക്ക് സംഭവിച്ചതായിരിക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രമല്ല, അവർക്ക് സംഭവിച്ചതായിരിക്കുന്ന പരാജയങ്ങളും നമ്മുടെ ബുദ്ധിയുപദേശത്തിനായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നല്ലതായി ജീവിച്ച പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചതായ അപാകതകളും നമ്മുടെ മുന്നറിയിപ്പിനായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ആ നിലയിലാണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചിരിക്കുകയാണ്. 12-ാമത്തെ വാക്യം നമുക്ക് വളരെ സംശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. എന്താ? ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. ആർക്കെങ്കിലും തോന്നുക ഞാൻ ഏതാണ്ടൊക്കെ ആയി എന്ന് തോന്നുന്നെങ്കിൽ തൊട്ടടുത്ത് വീഴ്ചയുണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കണം. അങ്ങനെ ചിന്തിക്കുന്നവർ പെട്ടെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. വീഴാനുള്ള സാധ്യത അവർക്ക് കൂടുതലാണ്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. 13-ാമത്തെ വാക്യം, അത് 14-ാം വാക്യത്തിന്റെ തൊട്ട് മുൻപ് ആ വാക്യം പറഞ്ഞിരിക്കുമ്പോൾ പ്രത്യേകമായിരിക്കുന്ന ദൈവീയ ഉദ്ദേശമുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് പ്രിയരെ വിഗ്രഹാരാധന വിട്ടോടുവിൻ. എന്തുകൊണ്ട്? 13-ാമത്തെ വാക്യം, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല. നിങ്ങൾക്ക് കഴിയാത്തതായിരിക്കുന്ന പരീക്ഷ നിങ്ങൾക്ക് നേരിടുന്നില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുവാദത്തോടു കൂടെയാണ് പരീക്ഷകൾ നമ്മിലേക്ക് വരുന്നത്. നമുക്ക് നടപ്പല്ലാത്ത പരീക്ഷ നമുക്ക് തരുന്നില്ല. ദൈവം വിശ്വസ്തനായിട്ട് കൂടെയുണ്ട്. മാത്രമല്ല, ആ വാക്യം അവസാനിക്കുമ്പോൾ പരീക്ഷ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാകും. പോക്കുവഴികളെ അവഗണിച്ചാൽ തീർച്ചയായിട്ടും പരീക്ഷയിൽ നാം അകപ്പെട്ടു പോകും. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ എന്ന് നാം വായിക്കുന്നുണ്ട്. ദുഷ്ടങ്ങൾ നമ്മളെ വിടുവിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ്. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ല, അവർ മുഖാന്തരമായിട്ട് വിശ്വസിപ്പാനിരിക്കുന്ന സകലർക്കും വേണ്ടിയിട്ട് കർത്താവ്
പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, അവരെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണം എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രമാത്രം കരുതലാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിനുള്ളത് എന്നുള്ളത് നാം ഓർക്കണം. കൽവരിയിലെ ക്രൂശിലെ കർത്താവ് ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്തു, തന്റെ സ്വന്തം രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചു, ദൈവമക്കളായി തീരുവാനുള്ള വലിയ ഭാഗ്യം നമുക്ക് നൽകി. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞ് ജീവിക്കുന്ന ഇന്ന് ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ പ്രാർത്ഥന എനിക്കുണ്ട്. മാത്രമല്ല, ദൈവം വിശ്വസ്തനായിട്ട് കൂടെയുണ്ട്. എനിക്ക് സഹിപ്പാൻ കഴിയാത്ത പരീക്ഷ അവൻ അനുവദിക്കുന്നില്ല. മാത്രമല്ല, പരീക്ഷയോട് പോക്ക് വഴിയും തരുന്നുണ്ട്. നാം എപ്പോഴും പരീക്ഷയിൽ അകപ്പെടുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമാണ്. പോക്കുവഴി തരുമ്പോൾ പോക്കുവഴിയെ നിസ്സാരമായിട്ട് കണ്ടുകൊണ്ട് അവഗണിച്ചുകൊണ്ട് നാം പലപ്പോഴും പിശാചിന്റെ പരീക്ഷയിൽ വീണുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് 14ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് പ്രിയരെ വിഗ്രഹാരാധന വിട്ട് ഓടും. വിഗ്രഹാരാധന മാത്രമല്ല, ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ പരീക്ഷകളെയും വിട്ടോടുവാൻ, പരീക്ഷയെ വിട്ടോടുന്ന പ്രലോഭനങ്ങളെയും വിട്ടോടി പിശാചിനെ ജയിക്കുവാൻ ദൈവം എല്ലാ സാഹചര്യങ്ങളും നൽകിയിരിക്കുകയാണ്. പക്ഷെ ദൈവം തന്ന അനുകൂല സാഹചര്യങ്ങളെ അവഗണിച്ചാൽ നാം പരീക്ഷയിൽ പെട്ടുപോകും. ഇവിടെ അതുകൊണ്ട് ഇന്നത്തെ വിഷയം വിഗ്രഹാരാധനയാണ്. അതുകൊണ്ടാണ് സംഘം പറയുന്നത്, അതുകൊണ്ട് പ്രിയരെ വിഗ്രഹാരാധന വിട്ടുകൊടുവി. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. 15ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു കൊരിന്ത്യരെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും വലിയ അവരെ കുറിച്ചുള്ളതായിരിക്കുന്ന ധാരണ എന്ന് പറയുന്നത് ഞങ്ങൾ വിവേകികളാണ്, ഞങ്ങൾ ബുദ്ധിമാന്മാരാണ്, അങ്ങനെയൊക്കെയാണ്. വളരെ വളരെ വിദ്യാഭ്യാസമുള്ളവരും വളരെ ബുദ്ധിയുള്ളവരുമാണ്, തത്വജ്ഞാനികളൊക്കെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വിവേകികളാണ്, എല്ലാ കാര്യങ്ങളെ കുറിച്ച് വിവേചിക്കാവുന്നവരാണ്, വിവേചിക്കുവാൻ കഴിയുന്നവരാണെന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. അവരോടാ പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ചതായിരിക്കുന്ന വിവേകവും ബുദ്ധിയും ഒക്കെ ദൈവവചനത്തെ വിവേചിക്കുവാൻ നിങ്ങൾ ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കൊരിന്ത്യരോടുള്ളതായിരിക്കുന്ന ഈ ഓരോ ഉപദേശവും അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് പതിക്കണം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിരിക്കുന്ന വിവേകം ഉപയോഗിച്ച് നിങ്ങൾ വിവേചിച്ച് ജീവിക്കണം. ദൈവവചനത്തെ നിങ്ങൾ വിവേചിക്കണം. തെറ്റും ശരിയും മനസ്സിലാക്കുവാൻ, ദൈവവചനത്തിന് അനുസൃതമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. 19-20 വാക്യങ്ങളാണ് നാം പിന്നീട് അതിനോട് ചേർത്ത് ചിന്തിച്ചത്. ഇവിടെ പറയുന്നത് വിഗ്രഹാർപ്പിതം എന്ന് പറയുന്നത് വല്ലതുമാകുന്നു എന്നോ വിഗ്രഹം വല്ലതുമാകുന്നു എന്നോ അല്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? നമ്മൾ നേരത്തെ 8ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, വിഗ്രഹം ഏതുമില്ല. 8ാം അധ്യായത്തിന്റെ 4ാമത്തെ വാക്യത്തില് വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ച് ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്ന് നാം അറിയുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷെങ്കില് ഇവിടുത്തെ പ്രശ്നം ആ വാക്യങ്ങളിൽ നാം കഴിഞ്ഞ ആഴ്ച ഓർക്കുകയുണ്ടായി. വിഗ്രഹാരാധനയിൽ നിന്ന് വേർപെട്ട് വന്നതായിരിക്കുന്ന കൊരിന്ത്യ വിശ്വാസികൾ, അവർക്ക് അവരുടെ പഴയ പല സ്വഭാവങ്ങളും വിടുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അവരുടെ ക്ഷേത്രങ്ങളിൽ, കൊരിന്ത്യ പട്ടണം ക്ഷേത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നതായ പട്ടണമാണ്. തെസ്സലോനിക്ക പട്ടണത്തെ കുറിച്ച് നമുക്ക് ആ നിലയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്നതായിരിക്കും നിരന്തര ഉത്സവങ്ങൾ കാണും. ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വേറൊരു ക്ഷേത്രത്തിൽ ഉത്സവങ്ങൾ കാണും. അവരുടെ കൂട്ടുകാർ പലരും അല്ലെങ്കിൽ അവരുടെ പഴയ സുഹൃത്തുക്കൾ പലരും ഈ ക്ഷേത്രത്തിലെ പ്രധാന ആ ഉത്സവങ്ങളിലൊക്കെ പങ്കാളികളാണ്. അവരുടെയൊക്കെ ക്ഷണം സ്വീകരിച്ചോ അല്ലാതെയോ ഇവർ ആ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പോകും. അവിടെ പറയുകയാണ്, എൻ്റെ 20ാമത്തെ വാക്യത്തില്, അവിടെ ജാതികൾ അവിടെ ബലി കഴിക്കും. ജാതികൾ യാഗം കഴിക്കും. അവർ ആർക്കാ ബലി കഴിക്കുന്നത്? ഭൂതങ്ങൾക്കാണ്. 20ാമത്തെ വാക്യത്തിൽ ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കാണ് അവർ ബലി കഴിക്കുന്നത്. അതിനുശേഷം അവിടെ ഭൂതങ്ങളുടെ മേശയുണ്ട്. മേശയുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ ബലി കഴിക്കുന്നതിന് ശേഷമുള്ള മാംസം അവർക്ക് അവിടെ കൊടുക്കും. ആ ഭക്ഷണം അവർ ഭക്ഷിക്കും. ഭൂതങ്ങളുടെ മേശയിൽ അവർ പങ്കുകൊള്ളും. നാം വായിക്കുന്ന പോലെ ഭൂതങ്ങളുടെ കൂട്ടാളികളായിട്ട് അവർ തീരും. 20ാമത്തെ വാക്യം തന്നെ ഉണ്ടല്ലോ, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നതെന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. പൗലോസ് പറയുകയാണ്, അതിന് നിങ്ങൾ ആ നിലയിൽ പോകുന്നത് അതൊരിക്കലും അനുവദിക്കുവാനായിട്ട് പറ്റുന്ന കാര്യമല്ല. എന്നിട്ട് ഈ ഭൂതങ്ങളുടെ മേശയിൽ പങ്കെടുക്കുമവര്, ഭൂതങ്ങളുടെ ബലിയിൽ പങ്കെടുക്കുമവര്,
ഇതെല്ലാം കഴിഞ്ഞിട്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാള് എന്തിനു പോകും? കർത്താവിന്റെ മേശയിൽ പങ്കുകൊള്ളാനായിട്ട് അവർ പോകും. അതുകൊണ്ടാണ് 21-ാമത്തെ വാക്യത്തില് നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല, നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാക്കുവാനും പാടില്ല. 2 തോണിയിൽ കാലുകുത്തുന്നത്. ഇരുമനസ്സുള്ളവരെ കുറിച്ച് എന്താ ദൈവം പറയുന്നത്? ഇരുമനസ്സുള്ളവർ തങ്ങളുടെ സകല വഴികളിലും അസ്ഥിരന്മാരാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആർക്കും വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകാനായിട്ട് പാടില്ല. വിട്ടുപോകുന്നതിനെ ഓർത്ത് മടങ്ങിപ്പോകുവാൻ, 11-ാമത്തെ വാക്യം, വിട്ടുപോകുന്നതിനെ ഓർത്ത് മടങ്ങിപ്പോകുന്നവർക്ക് വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അബ്രഹാമിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടവരുമല്ലോ. എന്നാൽ അവർ വിട്ടുപോയില്ല. അവർ അധികം നല്ലതിനെ നോക്കി അതിനായിട്ട് അവർ കാക്ഷിച്ചു. 11-ാം അധ്യായത്തിൽ നാം കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നാം വിട്ടുപോകുന്നവരാണ്. അതിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. കൊരിന്ത്യർ വിശ്വാസത്തോടുള്ള ബന്ധത്തിലും ഇവിടെ പറയുന്നത് നിങ്ങൾ അതിലേക്ക് മടങ്ങിപ്പോകുന്ന അവസ്ഥ, ഭൂതങ്ങൾക്ക് ബലി കഴിക്കുക, അതേസമയം തന്നെ കർത്താവിന്റെ മേശയിലും പങ്കാളികളായിട്ട് തീരുക. ഇത് ഈ നിലയിൽ പോകുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. എന്നിട്ട് 22-ാമത്തെ വാക്യത്തില് പറയുകയാണ്, അല്ല നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നവരോ അവനേക്കാൾ നാം ബലവാന്മാരും. പലപ്പോഴും നാം ഓർക്കാറില്ല കർത്താവ് ആരാണെന്നുള്ളത്. കർത്താവിന്റെ മഹത്വവും അവന്റെ ഔന്നത്യവും അവനായിരിക്കുന്ന അവസ്ഥയും ഒന്നും നാം ഓർക്കാറില്ല. നമ്മുടെ സ്വഭാവവും നമ്മുടെ രീതികളും പലപ്പോഴും അത് പ്രകടമാക്കുന്നത് നാം കർത്താവിനേക്കാൾ ബലവാന്മാരായിട്ടാണ്, അല്ലെങ്കിൽ കർത്താവിനേക്കാൾ വലിയവരായിട്ട് ജീവിക്കുന്ന നിലപാട് അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ പൗലോസ് ചോദിക്കുകയാണ്, അല്ല നാം കർത്താവിന് ക്രോധം ജനിപ്പിക്കുന്നവർ, കർത്താവിനെ കോപിപ്പിക്കുന്നവരാണോ നിങ്ങൾ? അവനേക്കാൾ നാം ബലവാന്മാർ. ഈ കർത്താവിന് കീഴടക്കുവാനായിട്ട് നിങ്ങൾക്ക് മനസ്സില്ല എങ്കിൽ നിങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. ദൈവത്തിന്റെ കോപം നിങ്ങളുടെ നേരെ ജ്വലിക്കുവാനായിട്ടിടയായിട്ട് തീരും. ഇസ്രായേലിന്റെ പാഠം, ഇസ്രായേലിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നാം കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ചിന്തിച്ചതാണ്. അല്ല നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ അവനേക്കാൾ നാം ബലവാന്മാർ. എന്നാൽ 23 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? 23 മുതലുള്ള വാക്യങ്ങൾ, 10-23 മുതലുള്ള വാക്യങ്ങൾ. അല്ല നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ അവനേക്കാൾ നാം ബലവാന്മാർ. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയവർദ്ധനകത്തിയില്ല. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവിൻ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിൻ. എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റേതല്ല മറ്റവൻ്റേതത്രേ. എൻ്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയിൽ വിധിക്കപ്പെടുന്നത് എന്തിന്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത് സാധന നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യും. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും പുലർച്ചയല്ലാത്തവരാകുകയും ഞാനും എൻ്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നത്. 11-ാം അധ്യായത്തിൽ 1-ാം വാക്യങ്ങളോട് ചേർത്ത് വായിക്കാം. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകും. 33-ാം വാക്യത്തിന്റെ തുടർച്ചയായിട്ടാണ് 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകും. ഈ ഭാഗത്ത് വേറൊരു വിഷയമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് പറയുകയാണ് 23-ാമത്തെ വാക്യത്തിൽ, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നുമില്ല. കർത്തവ്യം എന്നുള്ള വാക്ക് നാം മലയാളത്തിൽ വായിച്ചു നോക്കിയാൽ ആർക്കെങ്കിലും മനസ്സിലാകുമെന്ന് എനിക്കറിയുന്നില്ല. ഇംഗ്ലീഷിൽ വായിച്ചു നോക്കിയാൽ കുറേ കൂടെ ക്ലിയറാണ്. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത്, all things are lawful for me, but all things are not expedient. All things are lawful for me, but all things edify not.
എന്ന് പറഞ്ഞാൽ ലോഫുൾ ഫോർ മീ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം കർത്തവ്യം എന്നുള്ള വാക്ക് മലയാളത്തിൽ അത് മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമുണ്ട്. എന്നാൽ ആ വാക്കിന്റെ അർത്ഥം സകലവും എനിക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ അധികാരത്തിന് കീഴിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ. എനിക്ക് വേണമെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, വിഗ്രഹാരാധനയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇത് പറഞ്ഞിട്ട് പൗലോസ് ചില കാര്യങ്ങൾ പറയുകയും ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് വന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല ചോദ്യങ്ങളും ഉണ്ടാകാം. സിനിമ കാണുന്നത് തെറ്റാണോ? പുകവലിക്കുന്നത് തെറ്റാണോ? സീരിയൽ കാണുന്നത് തെറ്റാണോ? ഇതിനൊക്കെ ഏതാ പുസ്തകത്തിൽ ഇത്രയുണ്ടോ? ഉടനെ എഴുതിയിട്ടുണ്ടോ? സിനിമ കാണാൻ പോകുന്നുണ്ടോ? പുകവലിക്കുന്നത് തെറ്റാണോ? മദ്യപാന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സീരിയൽ കാണുന്നത് തെറ്റാണോ? അങ്ങനെയൊന്നുമുള്ള ശരിയായ നിലയിൽ കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ ഇന്ന വാക്യം എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരും. അത് തെറ്റാണോ? ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കും, ഇതെന്താ തെറ്റ് എന്ന് ചോദിക്കും. പൗലോസ് പറയുക, ദൈവവചനം പറയുക, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യം അനേകമുണ്ട്, എനിക്ക് ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ, പല കാര്യങ്ങൾക്കും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് പൗലോസ് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് രൂപത്തിൽ എഴുതിയാൽ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കണ്ടെത്താനായിട്ട് സാധിക്കും. സീരിയൽ കാണുന്ന തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി എന്തോ? നാം ഈ പൗലോസ് പറയുന്ന ഈ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എന്ന് പറഞ്ഞാൽ സകലവും എനിക്ക് അനുവദനീയമാണ്, എങ്കിലും സകലവും പ്രയോജനമുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, സീരിയൽ തന്നെ എടുക്കുക. സീരിയൽ കാണുന്നത് തെറ്റാണോ? അതിനെന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമുക്ക് ചോദിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളോട് തന്നെ ഒരു കാര്യമല്ല കേട്ടോ, 5-6 കാര്യങ്ങളുണ്ട് ഇതുപോലെ. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വയം തീരുമാനമെടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലാണ്, നമുക്കറിയാമല്ലോ. അല്ലാതെ കെട്ടപ്പെട്ടവനായിട്ട് ദൈവം ഒന്ന് പിടിച്ചു കെട്ടി അല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. സകലത്തിനും കർത്തവ്യമുള്ളവനായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. പക്ഷെങ്കിൽ അത് തിരഞ്ഞെടുക്കാൻ, നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനായിട്ടുള്ള വിവേചനാധികാരം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നാം ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഞാൻ ചെയ്യുന്ന കാര്യത്തിന്റെ പ്രയോജനം എന്താണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. 10:23 നാം വായിച്ചത്. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് അവരോട് ചോദിക്കാം, മകനെ, മോളെ, അല്ലെങ്കിൽ മോനെ, മോളെ, ആ കാര്യത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? അതിന്റെ പ്രയോജനം എന്താണ്? ആത്മീയമായിരിക്കുന്ന നിലയിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഭൗമികമായിരിക്കുന്ന നിലയിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കുവാനായിട്ട് സാധിക്കും. നാം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അതിന്റെ പ്രയോജനം എന്താണെന്നുള്ളത് അതൊരു ചോദ്യമാണ്. ഈ ഓരോ വിഷയങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ചോദിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇവിടെ പൗലോസ് പറയുകയാണ്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്. വിഗ്രഹാരാധനയ്ക്ക് പോകാനോ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാനോ ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷെങ്കിൽ ഇതിന്റെ പ്രയോജനം എന്താ? രണ്ടാമത്തെ കാര്യം ഇവിടെ നാം വായിക്കുന്നത്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. ഇതിനകത്ത് ആത്മീയ വർധന വരുത്താനുള്ള എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. നമ്മോട് തന്നെ, കുഞ്ഞുങ്ങളെ മാത്രം പറയേണ്ട, നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. നമ്മോട് തന്നെ ചോദിക്കാം, ഇതിന്റെ പ്രയോജനം എന്താ? അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ആത്മീയ വർധനയ്ക്കുള്ള എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ചോദിക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യം. ആത്മീയ വർധന എന്ന് പറയുമ്പോൾ അത് കേവലം നമ്മുടെ കാര്യം മാത്രമല്ല കേട്ടോ, നമ്മളെ അറിയുന്നവരുടെ ആത്മീയ വർധന, നമ്മുടെ സഭാവിശ്വാസികളുടെ ആത്മീയ വർധനം, അതിന് പറ്റുന്ന എന്തെങ്കിലും നാം ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ ഉണ്ടോ എന്നുള്ളത് നാം നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്.
എൻ്റെ ആത്മീയ വർധനയ്ക്ക് തടസ്സമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ കൂടെ ഞാനതിൽ ഇടപെടുവാനായിട്ട് പാടില്ല. എൻ്റെ ആത്മീയ വർധനയ്ക്ക് തടസ്സമായിട്ട്, എൻ്റെ സഹവിശ്വാസിയുടെ ആത്മീയ വർധനയ്ക്ക്, ഇത് അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. സഹവിശ്വാസികളുടെ ആത്മീയ വർധനയുടെ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് കേവലം കുറ്റം പറയാനുള്ള അധികാരമല്ല ദൈവത്തിന് തന്നിരിക്കുന്നത്. സഹവിശ്വാസിയുടെ കൂട്ടു സഹോദരന്റെ സഹോദരിയുടെ ആത്മീയ വർധനവിന് തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എങ്കിൽ ദൈവം അത് നോക്കുന്ന വിഷയമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആത്മീയ വർധനവ് നോക്കണം, എൻ്റെ കൂട്ടു സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുടെ ആത്മീയ വർധന നോക്കണം. സകലത്തിനും നമുക്ക് കർത്തവ്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സകലവും ചെയ്യാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ നമ്മുടെ ആത്മീയ വർധനവിന് അത് കാരണമാണോ എന്ന് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കാം. 1 തെസ്സലോനിക്കർ 5:11. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തി. തമ്മിൽ ആത്മീയ വർധന വരുത്തണം. ഇതാരാണ് പറയുന്നത്? എന്നോട് നിന്നോട് എല്ലാം പറയുക. പ്രബോധിപ്പിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്ന പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചു. നമ്മുടെ ജീവിതം അത് വേറൊരാളുടെ ആത്മീക തളർച്ചയ്ക്ക് കാരണമായി തീരുന്നുവെങ്കിൽ നാം കുറ്റവാളികളാണ്. ഇവിടെ നാം വായിക്കുന്ന പോലെ ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്ന പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചു തമ്മിൽ ആത്മീയ വർധന വരുത്തി പോരുവിൻ. 10-24-ാമത്തെ വാക്യം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കും. നമുക്ക് കർത്തവ്യമുണ്ട്, എല്ലാം ചെയ്യുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങളുടെ ഒക്കെ പിറകില് എന്റെ സ്വന്തം ഗുണം ഞാൻ മാത്രം നോക്കിയാൽ പോരാ. പലരും അങ്ങനെ അല്ലേ? നാം എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പിൻപിൽ എനിക്ക് എന്ത് ഗുണം കിട്ടും, അതാ പലപ്പോഴും നമ്മുടെ ചിന്ത. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിക്ക് എന്ത് ഗുണം കിട്ടുവാനായിട്ട് സാധിക്കും, എനിക്ക് എന്ത് ലാഭം ഉണ്ടാകുവാനായിട്ട് സാധിക്കും. എനിക്ക് സകലത്തിനും കർത്തവ്യമുണ്ട്. പൗലോസ് ഇവിടെ പറയുന്ന വിഷയം വിഗ്രഹാരാധനയും വിഗ്രഹാർപ്പണം ഭക്ഷിക്കുന്നതുമാണ്. എനിക്ക് കർത്തവ്യമുണ്ട്, പക്ഷെങ്കിൽ ഞാൻ അന്നേരം നോക്കേണ്ടത് എന്റെ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കേണ്ടത് ആവശ്യമാണ്. ഇതിന്റെ അവസാന വാക്യത്തിലും ഇതേ വാക്യം നമുക്ക് വീണ്ടും പൗലോസ് ആവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 33-ാമത്തെ വാക്യം വായിക്കാമോ? 1 കൊരിന്ത്യർ 10:33. ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നു. ഇവിടെ പൗലോസിന്റെ സാക്ഷ്യം പറയുക. പലരെയും പോലെ ഒരു പക്ഷേ പലപ്പോഴും ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും പ്രമാണിക്കാൻ തക്കൊണ്ട് പലപ്പോഴും എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഈ പൗലോസ് പറയുക, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പറയുക, ഞാനും എന്റെ ഗുണമല്ല. പൗലോസിന് വളരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളിലൊക്കെ. അനേക കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് വരാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൗലോസിന് തന്റെ ജീവിതത്തെ കുറിച്ച്, ഭക്തനായി ജീവിച്ച ഈ മനുഷ്യന് തന്റെ ജീവിതത്തെ കുറിച്ച് വളരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മരിക്കുമ്പോഴും ആ കോൺഫിഡൻസ് നാം കാണുന്നത് 2 തിമോഥെയോസിന്റെ 4-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇത് പറയണമെങ്കിൽ, ആ ചങ്കൂറ്റം ലഭിക്കണമെങ്കിൽ ജീവിച്ചെങ്കിലേ പറ്റുള്ളൂ. പൗലോസിന്റെ ജീവിതത്തിന് നഷ്ടപ്പെട്ടു പോയ നാളുകളുണ്ട്. പക്ഷെങ്കിൽ ജീവിക്കാൻ ആരംഭിച്ചത് മുതൽ, കർത്താവിനെ കണ്ട ദിവസം മുതൽ ഒരിക്കൽ പോലും താൻ താഴോട്ട് പോയില്ല. തന്റെ ജീവിതത്തിലെ പരാജയങ്ങള് നമുക്ക് വേദപുസ്തകത്തിലേക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചതായി അടിക്കടി ലക്ഷ്യസ്ഥാനത്തേക്ക് മുൻപോട്ടുള്ളതായിരിക്കുന്ന ഒരു ഓട്ടമാണ് പൗലോസിന്റെ ജീവിതം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് അവസാനിക്കുന്നത് വരെയും അങ്ങനെയായി. പൗലോസ് പറയുകയാണ്, ഞാനും എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടെന്ന് അവരുടെ ഗുണം. എന്തായിരുന്നു പൗലോസിന്റെ ആഗ്രഹം? ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു പോയില്ലേ? പക്ഷെ ആ നഷ്ടപ്പെട്ടു പോകുമ്പോഴൊക്കെ പൗലോസ് ആഗ്രഹിച്ചത് എന്താണ്? ഇവിടെ നാം വായിക്കുന്ന പോലെ, എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും സാധിക്കുന്നത്. ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് തന്നെ വിളിച്ചതെന്നുള്ള വ്യക്തമായിരിക്കുന്ന ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തെ കുറിച്ച് കർത്താവിന്റെ ഉദ്ദേശമുണ്ട്. എന്നെയും നിങ്ങളെയും കുറിച്ച് ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം ഞാൻ മനസ്സിലാക്കണം. എന്റെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ദൈവീയ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കണം. പൗലോസിനെ കുറിച്ച് അനന്യാസ് മുഖാന്തരം കർത്താവ് പറയുമ്പോൾ 9-ാം അധ്യായത്തിലാണ് വായിക്കാൻ ഉദ്ദേശിച്ച വേദഭാഗമല്ല, എങ്കിൽ
സാന്ദർഭികമായിട്ട് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലെ പൗലോസിന്റെ മാനസാന്തരത്തോടുള്ള ബന്ധത്തില് അനന്യാസിനോട് കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്. അതിന്റെ 15-ാമത്തെ വാക്യം, കർത്താവ് അവരോട് നീ പോകാം, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകും. പൗലോസിനെ ദൈവം വിളിക്കുമ്പോൾ വളരെ വ്യക്തമായിരിക്കുന്ന പ്ലാനോടുകൂടെ അല്ലെങ്കിൽ വ്യക്തമായിരിക്കുന്ന പദ്ധതി പൗലോസിനെ ഉണ്ടായി. ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന്? ഞാനും നിങ്ങളും ഇന്ന് കർത്താവിന്റെ മക്കളായിട്ട്, ദൈവമക്കളായിട്ട്, സഭയുടെ അംഗങ്ങളായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ എന്നെ കർത്താവ് വെറുതെ വിളിച്ചതാണ്? പൗലോസിനെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശമായിരിക്കില്ല എന്നെ കുറിച്ചുള്ളത്. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചതായിരിക്കുന്ന അനേക ഭക്തന്മാരെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചതായിരിക്കില്ല എന്നെ കുറിച്ചുള്ളത്. പക്ഷേ ദൈവത്തിന് എന്നെ കുറിച്ചൊരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. പൗലോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പരിപാടി അത് പൂർണ്ണമായ നിലയിൽ നിറവേറ്റിയാണ് പൗലോസ് ഈ ലോക ജീവിതം അവസാനിപ്പിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഞാനും എന്റെ ഗുണമല്ല, തന്റെ ഗുണം താൻ നോക്കിയിരുന്നുവെങ്കിൽ പൗലോസ് എങ്ങും എത്തുകയില്ലായിരുന്നു. എന്നാൽ ലാഭമായിരുന്നൊക്കെയും ഛേദമായിട്ട് എണ്ണിക്കൊണ്ട് ക്രൂശിന്റെ സാക്ഷിയായിട്ട് പൗലോസ് മുൻപോട്ട് പോയപ്പോൾ തനിക്ക് പലതും നഷ്ടപ്പെട്ടു. ഗുണമല്ല, ഭൗമ്യമായി നോക്കിയാൽ തനിക്ക് ലഭിച്ചതൊക്കെ. ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തെല്ലാം അപകടങ്ങള്, ആരെല്ലാം മുഖാന്തരമുള്ളതായിരിക്കും. കള്ളസഹോദരന്മാരായിട്ടുള്ള ആപത്തുകളുണ്ട്, കള്ളന്മാരുടെ ആപത്തുണ്ട്, കപ്പൽ ഛേദത്തിൽ തന്നെ അകപ്പെടുകയുണ്ടായി. ആരുടെ എല്ലാം മുൻപിൽ വിസ്താരത്തിൽ നിൽക്കേണ്ടതായിട്ട് തനിക്ക് വന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ പൗലോസ് എന്താ ചിന്തിച്ചത്? തന്റെ ഗുണം താൻ ഒരിക്കൽ പോലും, ഇതൊക്കെ പറയാനേ എളുപ്പമല്ല കേട്ടോ, ഇതൊക്കെ പ്രസംഗിക്കാനേ എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിലേക്കൊന്ന് പരിശോധിച്ച് നമുക്കൊരു അല്പം കൂടെ മുൻപോട്ട് വരാനായിട്ട് സാധിക്കുമോ? അല്പം കൂടെ. പൗലോസിനെ പോലെ ഇന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ആകാനായിട്ട് പറ്റില്ല. പക്ഷെങ്കിൽ ഇന്ന് രാത്രി നാം ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നു, ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നു. ഓരോരുത്തരും ഞാനും എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നത് ചിലർ ഈ വാക്യം വ്യത്യസ്തമായ നിലയിൽ കോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് തോന്നിയതുപോലെ ലോകത്തിലുള്ള മനുഷ്യരെ പ്രസാദിപ്പിക്കണം അല്ലെങ്കിൽ പ്രസാദിപ്പിച്ചു എന്നല്ല ഈ വാക്കിന്റെ അർത്ഥം. ദൈവിക നിബന്ധനകൾക്ക് വിധേയമല്ലാത്ത ഒരു കാര്യവും പൗലോസ് ചെയ്തില്ല. 9-ാം അധ്യായത്തില് പൗലോസ് ഈ കാര്യം പറയുന്നുണ്ട്. 19-ാമത്തെ വാക്യം മുതൽ 1:9-19 ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രൻ എങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. ശ്രദ്ധിക്കുക, വിശദീകരിക്കാനായിട്ട് പോയ സമയം കൂടുതലെടുക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ നമുക്ക് പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും, പൗലോസ് ഇവിടുത്തെ വിഷയം എന്താ? എനിക്ക് എല്ലാത്തിനും കർത്തവ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. പൗലോസ് പറയുകയാണ്, ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള വിവേചനാധികാരമുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. ഈ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് നാം എത്തണമെങ്കിൽ നാം എത്ര ദൂരം സഞ്ചരിച്ചാൽ മതിയാകും? നമുക്ക് ചിന്തിച്ചാൽ മതി. യഹൂദന്മാരെ നേരിടേണ്ടതിന് യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനെ പോലെയായി. ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവൻ ആകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെ ആയി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. ബലഹീനന്മാരെ നേടേണ്ടത് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടത് ഞാൻ എല്ലാവർക്കും എല്ലാമായി. പൗലോസിന് തന്റെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ദൈവിക ഉദ്ദേശത്തെ കുറിച്ച്
വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെ? നമുക്ക് ഈ ജീവിതത്തിൽ നാം ഓരോ ദിവസവും ജീവിച്ചു പോവുകയാണ്. നമ്മുടെ ആയുസ് കൂടിക്കൊണ്ടല്ലിരിക്കുന്നത്, കുറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ഇന്നലത്തേക്കാൾ ഇന്ന് നാം അല്പം കൂടെ നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ അവസാനത്തോട് നാം അടുത്തിരിക്കുകയാണ്. നാം എവിടെയാ? ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കാതെ, എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കാതെ നാം എങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പൗലോസ് പറയുകയാണ്, ബലഹീനന്മാരെ നേടേണ്ടതിന് ബലഹീനനായി ഏതു വിധത്തിലും ചെന്ന് രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായിരുന്നു. പൗലോസ് ഒരിക്കലും തന്റെ കാഴ്ചപ്പാടുകളെ വിട്ട് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനായിട്ട്, അങ്ങനെ പലരും വ്യാഖ്യാനിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സുവിശേഷം അറിയിക്കാനായിട്ട് ശ്രമിക്കുന്ന ചേർന്നുണ്ട് ചില മാധ്യമങ്ങൾ ഉപയോഗിച്ച്. അതല്ല, ദൈവിക പദ്ധതികളിൽ നിന്ന് വ്യതിചലിച്ച് അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് സുവിശേഷം അറിയിക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പലപ്പോഴും സുവിശേഷം അറിയിക്കുവാനായിട്ട് പോകുമ്പോൾ നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിലും അത് ചെയ്യാനായിട്ട് സാധിക്കും. കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നാം സ്വന്തം ഗുണം അന്വേഷിച്ച് പോയാൽ, സ്വന്തം ഗുണം അന്വേഷിച്ച് പോകാന്ന് പറഞ്ഞാൽ ഭൗമ്യമായിരിക്കുന്ന ഗുണം, ആത്മീയത ഇല്ലാത്ത താല്പര്യങ്ങൾ, അത് നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദൈവീയ ഉദ്ദേശങ്ങൾക്ക് പൂർത്തീകരണം വരുത്തുവാൻ നമുക്ക് സാധിക്കും. ഞാനും എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നു. എന്തുകൊണ്ട് പൗലോസിന്റെ ജീവിതം വിജയകരമായിട്ട് തീർക്കുവാൻ പൗലോസിന് സാധിച്ചു? എന്തുകൊണ്ട് പൗലോസിന്റെ ജീവിതം ഓട്ടം തികയ്ക്കുവാൻ പൗലോസിന് സാധിച്ചു? പ്രത്യാശയോടുകൂടെ, അതീവ ധൈര്യത്തോടുകൂടെ ഈ ലോകം വിട്ടുപോകുവാൻ പൗലോസിന് എന്തുകൊണ്ട് സാധിച്ചു? നമ്മുടെയൊക്കെ ജീവിതം അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഇപ്പോഴേ ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. എന്റെ ജീവിതം ഇന്ന് അവസാനിക്കുകയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും എന്റെ അവസാന നിമിഷങ്ങളിൽ എനിക്ക് ചിന്തിക്കുവാൻ കഴിവുള്ളപ്പോൾ, അവസാന നിമിഷങ്ങളിൽ എനിക്ക് ചിന്തിക്കുവാൻ കഴിവുണ്ടെങ്കിൽ അപ്പോൾ എന്റെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും? നാം പറഞ്ഞതിനെ കുറിച്ച് ആ സമയത്ത് വിഷമിച്ചിട്ട് യാതൊരു കാര്യം. ഇവിടെ പൗലോസ് പറയുകയാണ്, 9-ാം അധ്യായത്തിൽ നാം വായിച്ചത്, ഞാൻ കേവലം സ്വതന്ത്രനാണ് എങ്കിലും അധികം 19-ാമത്തെ വാക്യം, അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ എല്ലാവർക്കും ദാസനായി. 10-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്. അത് മനസ്സിരിക്കണം. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്. പക്ഷെങ്കിൽ ഓരോരുത്തൻ ഇവിടെ 24-ാമത്തെ വാക്യത്തിൽ വായിച്ച പോലെ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. അടുത്തതായിട്ട് മുമ്പോട്ട് വരുമ്പോൾ 4-ാമത്തെ കാര്യം, 3 കാര്യങ്ങളാണ് നാം കണ്ടത്. ഒന്ന്, ഞാൻ ചെയ്യുന്ന കാര്യത്തിന്റെ പ്രയോജനം എന്താണ് നാം ചിന്തിക്കണം. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യത്തിന്റെ പ്രയോജനം എന്താണ്? 2, ഞാൻ ചെയ്യുന്ന കാര്യം ആത്മീയ വർധന വരുത്തുമ്പോ, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം ആത്മീയ വർധന വരുത്തുന്നുണ്ട്. 3, ഇവിടെ നാം ചിന്തിച്ചതുപോലെ ഞാൻ ചെയ്യുന്ന കാര്യം സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം എന്തെങ്കിലും സാധിക്കുവാൻ. പൗലോസിന്റെ മറ്റുള്ളവന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മറ്റുള്ളവരുടെ രക്ഷയായിരുന്നു, അല്ലെ? പൗലോസിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എത്രത്തോളം ആത്മാക്കളെ നേടുവാൻ തനിക്ക് സാധിക്കും, അതായിരുന്നു പൗലോസിന്റെ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ എല്ലാവരെയും നേടേണ്ടതിന് ഞാൻ എല്ലാമായി എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ദാസനായിട്ട്, എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് പൗലോസ് തീരുമ്പോൾ, പക്ഷെ ഇതിന് മറുവശമുണ്ട് കേട്ടോ. ഈ എല്ലാം നഷ്ടപ്പെടുത്തിയ പൗലോസിനെ ദൈവം വെച്ച് നാം സ്വർഗത്തിൽ ചിലപ്പോൾ കാണും. അന്നേരം നമുക്ക് മനസ്സിലാകും പൗലോസിന് എന്താ നഷ്ടപ്പെട്ടവെന്ന്. ഈ അല്പകാല ജീവിതത്തിൽ ചിലതൊക്കെ പൗലോസ് നഷ്ടപ്പെടുത്തിയപ്പോൾ താൻ നേടിയത് എന്താണെന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും അതനുസരിച്ച് ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. 4-ാമത്തെ വിഷയം, അതിന്റെ 31-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യും. ഓക്കെ. 4-ാമത്തെ കാര്യം, എനിക്ക് കർത്തവ്യമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഞാൻ എന്ത് ചിന്തിക്കണം? ഞാൻ പിന്നെയും പറയട്ടെ, ഞാൻ പറഞ്ഞ ആദ്യത്തെ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. എന്താ ഇത് ചെയ്യുന്നത് തെറ്റാണോ എന്ന് ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരുമ്പോ നാം ഈ ചോദ്യം ചോദിക്കണം നമ്മോട് തന്നെ. നിങ്ങളോട് ഞാൻ പറയുക, ചിലതൊക്കെ വരുമ്പോൾ നമുക്ക് സംശയം തോന്നും, ഇതിനകത്ത് എന്താ തെറ്റ്? ഈ പറയുന്ന ചോദ്യങ്ങൾ ഓരോന്നും നമ്മൾ ചോദിച്ചാൽ മതി. ഇതിനകത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് എന്തെങ്കിലും, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി
അതെന്തും ആയിക്കൊള്ളട്ടെ, എനിക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. ഒരു പക്ഷെങ്കിൽ മറ്റാരും അറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷെങ്കില് ഇവിടുത്തെ വിഷയം എന്താണ്? സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്. എന്നാൽ ദൈവത്തിന് എന്ത് മഹത്വം കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. സ്വാതന്ത്ര്യം നമുക്കുണ്ട്, പലതും ചെയ്യുവാനുള്ള അനുവാദം നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പ്രവൃത്തികളാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്? ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ ജീവിതം നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ചിന്തകളിലൊക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന എത്ര ഭാഗം ഉണ്ടായിരുന്നു, എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? ഓരോ ദിവസവും വൈകുന്നേരം കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തിൽ നിന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. എന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഞാൻ ചെയ്ത പ്രവൃത്തിയില്, എന്റെ വാക്കുകളില്, എന്റെ മനസ്സിൽ കൂടെ പോയ ചിന്തകളില് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നന്നായിരുന്നു. അതുപോലെ 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, 6:20 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ സന്താനങ്ങൾക്കുള്ളവരുണ്ടായെന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്താ അതിന്റെ അർത്ഥം? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ഈ ശരീരം, നമ്മുടെ കൈകളും കാലുകളും നമ്മുടെ തലയും, ഇതൊക്കെ നാം ഉപയോഗിക്കുക. ഇതൊക്കെ നാം ഉപയോഗിക്കാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുക. പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരം ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. മത്തായി 5:16. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കും. നമുക്ക് ഇവിടെ നാം 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ വായിച്ച വാക്യത്തില് നമ്മുടെ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇവിടെ നാം വായിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ട് ഉണ്ടാകുന്ന ദൈവത്തിനൊരു മഹത്വമുണ്ട്. അത് കൂടാതെ ഇവിടെ നാം വായിച്ചത് 5:16 വായിച്ചത്. 5:16 നാം വായിക്കും, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദൈവം നമ്മളെ വെളിച്ചങ്ങളായിട്ട് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുക. ഇവിടെ നാം വായിക്കുമ്പോൾ മറ്റുള്ള മനുഷ്യർ നമ്മുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഏതൊക്കെ തരത്തിലാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്? നമ്മുടെ ജീവിതം കൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ഒരു മഹത്വമുണ്ട് ദൈവത്തിന്. അതുകൂടാതെ നമ്മുടെ പ്രവൃത്തികളെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ ജീവിതം നാം നോക്കുമ്പോൾ തന്റെ ജീവിതത്തിന്റെ ഒരു പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക, പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. നമുക്ക് ഈ കാര്യത്തിലൊക്കെ ഏറ്റവും നല്ല മാതൃകയായിട്ടുള്ളത് കർത്താവിന്റെ മാതൃകയാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നാം വായിക്കുമ്പോൾ 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില് അവിടെ നാം വായിക്കുമ്പോൾ യോഹന്നാൻ 17:4 ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തികളൊക്കെ നാം തികയ്ക്കുമ്പോൾ ദൈവം നാം മഹത്വപ്പെടുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാം വായിച്ച വേദഭാഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്ക് സകലത്തിലും കർത്തവ്യമുണ്ട്. പക്ഷെങ്കില് നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ, വീണ്ടും ഞാൻ പറയുക, ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അത് ശരിയാണോ, ഇത് ശരിയാണോ, ഇതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ ഈ ഗ്രേ പാർട്ടിൽ, അതായത് ചിലതൊക്കെ ബ്ലാക്കാ, ചിലതൊക്കെ വൈറ്റാ, ചിലതൊക്കെ ചെയ്യണമെന്നുണ്ട്, ചിലതൊക്കെ ചെയ്യാമെന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങളെ കുറിച്ചൊരു നമുക്ക് വ്യക്തമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ ആണ് നാം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളത് നമുക്ക് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എന്തൊക്കെ ചെയ്താലും അതിനകത്ത് ദൈവനാമത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് സാധ്യത ഉണ്ടോ എന്നുള്ളത് നാം നോക്കേണ്ടതാണ്. ഇതിനോട് ചേർന്ന് മറ്റു വിധ വേദഭാഗങ്ങളോട് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ നാം വായിച്ച നേരത്തെ ചിന്തിച്ച വേദഭാഗമാണ്. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. അവരുടെ മനസാക്ഷി 1 കൊരിന്ത്യർ 8-ന്റെ 8-9
അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ. അതല്ലോ 1 8 വാക്യം. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, തിന്നാൻ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനർക്ക് യാതൊരു, അതല്ലേ വാക്യം, ശരിയല്ലേ ഞാൻ വായിക്കുന്നത്? ഈ സ്വാതന്ത്ര്യം, എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം, ഇവിടെ വിഷയം എന്തുവാ? സ്വാതന്ത്ര്യം. സകലവും നിങ്ങൾക്ക്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഇവിടെ പറയുന്ന പോലെ, എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിക്കാനും. അടുത്തതായിട്ട് ചിന്തിക്കുന്ന കാര്യം ഇവിടെ 5ാമത്തെ കാര്യമാണ്. എനിക്കുള്ള ഈ സ്വാതന്ത്ര്യം, എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് എനിക്കുള്ള ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക്, ഒരു സഭയില് ഈ 2 കൂട്ടരുമുണ്ട്. നാം ആദ്യം 8ാമത്തെ അധ്യായം വായിച്ചപ്പോൾ നാം ആ കാര്യം ചിന്തിച്ചതാണ്. ബലഹീനന്മാരുമുണ്ട്, ബലവാന്മാരുമുണ്ട്. നമ്മെ അറിയുന്ന പലരും ബലഹീനന്മാരായിരിക്കാം, ബലഹീനന്മാരായ വിശ്വാസികളായിരിക്കും, നാം ബലവാന്മാരായിരിക്കാം. പക്ഷെ എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം, നിങ്ങളിത് ചെയ്യുന്നത് കൊണ്ട് ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക, മുമ്പ് പറഞ്ഞതുപോലെ സഹോദരന്റെ ആത്മീയ വർദ്ധന വരുത്തണം. നാം വായിച്ചു കേട്ടതുപോലെ അന്യോന്യം ആത്മീയ വർദ്ധന വരുത്തണം. അതിനു പകരം നാം ഇടർച്ചയാകുന്നുണ്ടോ? ഇവിടെ നാം വായിക്കുന്ന പോലെ നാം തടങ്ങലാകുന്നുണ്ടോ? 1 Corinthians 8 അധ്യായത്തിന്റെ 9ാമത്തെ വാക്യം. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം, ഈ വിഷയം ഒന്ന് തന്നെ കേട്ടോ. സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് തന്നെയാണ് പൗലോസ് കർത്തവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സകലത്തിലും കർത്തവ്യമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങല. ഈ വിഷയം നാം അന്ന് ചിന്തിച്ചതാണ്. ഈ കൂട്ടത്തിൽ 8ാം അധ്യായം നാം വായിക്കുമ്പോൾ ഒരു കൂട്ടർ നല്ല ആത്മീയമായിരിക്കുന്ന അറിവുള്ളവരാണ്. അവർക്കറിയാം വിഗ്രഹം ഏതുമില്ല, അതിന് ശക്തിയൊന്നുമില്ല, ദൈവം ഒരുവനെ ഉള്ളു, ഇത് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെങ്കിൽ ബലഹീനന്മാരായിരിക്കുന്ന ചിലരുണ്ട്. അവർ ഈ ആചാരങ്ങളിലൊക്കെ പിന്നെയും പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബലവാനായിരിക്കുന്ന ആത്മീയ അറിവുള്ള ഒരാള്, വിഷയം അതാണ്, ആത്മീയ അറിവുള്ള ഒരാള് വിഗ്രഹാർപ്പിതം തിന്നുന്നത് കണ്ടാൽ ഈ ബലഹീനന്റെ അവന്റെ മനസ്സാക്ഷി കുറ്റം വിധിക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്നു. അതുകൊണ്ട് 8ാമത്തെ വാക്യം, എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, തിന്നാൻ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങൽ. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് തടങ്ങലാകാനായിട്ട് പാടില്ല. സഹവിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാകുവാനായിട്ട് പാടില്ല. We should not be a stumbling block. Instead of that, we have to be a step to go. എന്ന് പറഞ്ഞാല് ഈ 2018 പ്രളയകാലത്ത് എല്ലാവരുടെയും മനസ്സ് തങ്ങി, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരു ചിത്രമുണ്ട്. ഒരു വ്യക്തി ബോട്ടിൽ കയറാനായിട്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കുനിഞ്ഞു നിന്നു കൊടുത്തു. ഞാൻ കണ്ടതാ, ഞാൻ വിട്ടുന്നല്ല, അതിനെ എപ്പോഴും കണ്ടായിരിക്കും. ഒരു പ്രായമുള്ള സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീയെ ഈ ബോട്ടിലേക്ക് കയറാനായിട്ട് ആ മനുഷ്യൻ കുനിഞ്ഞു നിന്ന് കൊടുത്തു. മനോരമ പേപ്പറിലൊക്കെ വലിയ TV-യിലൊക്കെ വന്നൊരു ന്യൂസാണ്, ഞാൻ കണ്ടൊരു പിക്ചറാണ്. പലപ്പോഴും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഒരു മേളിലോട്ട് കയറാനുള്ള ഒരു സ്റ്റെപ്പായിട്ട് നാം തീരാനായിട്ട്, ഒരു ചവിട്ടുപടിയായിട്ട് നാം തീരണം എന്നുള്ളതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്ക് തടങ്ങൽ പാറയാകാനായിട്ടല്ല. അതിന് പകരം നമുക്കിത് ഇഷ്ടപ്പെടത്തില്ല. ഞാനിത് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് എനിക്കും അത് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കും. പൗലോസ് അങ്ങനെയായിരുന്നു. പൗലോസ് പലരുടെയും ചവിട്ടുപടിയായിട്ട് തീർന്നു. ഈ ലോകത്തിന്റെ ചപ്പും ചവറും ഒക്കെ ആയിട്ട് പൗലോസ് തീർന്നപ്പോ തന്റെ ബഹുമാനമോ തന്റെ പ്രശംസയോ ഒന്നും താൻ ഓർത്തില്ല. അനേക കാര്യങ്ങൾ പ്രശംസിക്കാൻ സാധ്യതയുള്ളവനായിരുന്നു പൗലോസ്. ഇതൊന്നും താൻ ഓർത്തില്ല. മറ്റുള്ളവർക്ക് ചവിട്ടിക്കയറാനായിട്ടുള്ള, മറ്റുള്ളവരെ ആത്മീയ ഉന്നതിയിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ട് പൗലോസിന്റെ ജീവിതം തീർന്നു. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക്, നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും ഇടർച്ചയാകാതെ ഇരിക്കാനായിട്ട്. 8ാം അധ്യായത്തിന്റെ 13ാമത്തെ വാക്യം പൗലോസ് അവിടെയും തന്റെ സാക്ഷ്യം പറയുകയാണ്. തന്റെ ജീവിതത്തിൽ താനെടുത്ത തീരുമാനം പറയുക. എന്താണ് തീരുമാനം? ആകയാൽ ആഹാരം എന്റെ സഹോദരൻ ഇടർച്ചയായി തീരുമെങ്കിൽ എന്റെ സഹോദരൻ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഒരു നാളും മാംസം തിന്നുകയില്ല. ഒരു ഉദാഹരണം അത് പറയുന്നത്.
എൻ്റെ സഹോദരന് എൻ്റെതായിരിക്കുന്ന ഞാൻ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, എൻ്റെതായിരിക്കുന്ന ജഡത്തിന്റെ ആവശ്യങ്ങൾ, അതൊക്കെ എൻ്റെ സഹോദരൻ ഇടർച്ച വരുത്തുന്നുവെങ്കിൽ പൗലോസ് പറയും, ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? എൻ്റെ സഹോദരന് അതൊരു ദോഷമായിട്ട് തീരുന്നെങ്കിൽ, എൻ്റെ സഹോദരന്റെ ആത്മീയ അഭിവൃദ്ധിക്ക് തടസ്സമായി തീരുന്ന ഒരു കാര്യമാണെന്നെങ്കിൽ ഞാൻ ഒരു നാളും ഇങ്ങനെ ചെയ്യയില്ല. പൗലോസ് പറയുകയാണ്, ആകയാൽ ആഹാരം എൻ്റെ സഹോദരൻ ഇടർച്ചയായി തീരുമെങ്കിൽ എൻ്റെ സഹോദരൻ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. നാം മറ്റുള്ളവർക്ക്, മറ്റുള്ള വിശ്വാസികൾക്ക്, ആർക്കും തന്നെ ഒരുത്തർക്ക് എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികളുടെ ബന്ധത്തിൽ മാത്രമല്ല കേട്ടോ, അവിശ്വാസികളുള്ള ബന്ധത്തിൽ നമുക്ക് ഇടർച്ചയായി തീരുവാനായിട്ട് സാധിക്കും. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെ ചുറ്റുമുള്ള അയൽക്കാരന് അവർക്കൊക്കെ ഇടർച്ചയാ പലപ്പോഴും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, പുതിയൊരു കാര്യമൊന്നും അല്ലല്ലോ. കേരളത്തിൽ എത്രയോ വിശ്വാസികളുണ്ട്, പക്ഷെങ്കിൽ അവരുടെയൊക്കെ ജീവിതം ചുറ്റുമുള്ളവർക്ക്, ഒരു വാക്യം നമുക്ക് വായിക്കാം, റോമാലേഖനം 10-ാം അധ്യായത്തിൽ 32-ാമത്തെ വാക്യം ഇവിടെ നാം വായിച്ച വാക്യത്തിന് 10:32. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ദൈവസഭയ്ക്ക് ഇടർച്ചയാകുന്ന വിഷയമാണ്. സഹോദരി സഹോദരന്മാർക്ക് നാം ഇടർച്ചയാകുവാനായിട്ട് പാടില്ല, സഭയിലുള്ളവർക്ക് നാം ഇടർച്ചയാകുവാനായിട്ട് പാടില്ല. അത് മാത്രമല്ല പൗലോസ് പറയുന്നത്, യഹൂദന്മാർക്കും യവനന്മാർക്കും. ദൈവത്തിൽ നാം കാണുന്ന 3 കൂട്ടരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹൂദന്, യവനന്, ദൈവസഭ. യഹൂദന്മാര്, യവനന്മാര്, വിശ്വാസികളല്ലാത്തവരെ ഉദ്ദേശിച്ച് അവർ പറയുന്നു. നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് ജീവിക്കുന്ന അവരുടെയും രക്ഷയ്ക്ക് നമ്മുടെ ജീവിതം തടസ്സമായിട്ടുണ്ടോ? എനിക്ക് ചിലരെയൊക്കെ അറിയാം, അവരുടെ ജീവിതം കണ്ടുകൊണ്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവരായിരുന്നില്ല, പക്ഷെങ്കിൽ അവരുടെ ജീവിതം കണ്ടിട്ട് രക്ഷയിലേക്ക് വന്ന ചിലരെ എനിക്കറിയാം. ഇന്നും വളരെ ഊർജ്ജസ്വലരായിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചിലർ, അവരൊക്കെ രക്ഷിക്കപ്പെട്ടത് ഈ സുവിശേഷ പ്രസംഗം കേട്ടിട്ടല്ല കേട്ടോ, പക്ഷെ അവരുടെ കൂടെ ജോലി ചെയ്ത്, ഞാൻ സൗകര്യം ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതിലൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അവരുടെ ജീവിതം കണ്ടിട്ട്, കൂടെ ജോലി ചെയ്യുന്നവരുടെ ജീവിതം കണ്ടിട്ട് രക്ഷയിലേക്ക് വന്ന യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരായിട്ട് നാം തീരേണ്ടത് ആവശ്യമാണ്. 2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം, മാക്സിമം 5 മിനിറ്റ് ക്ഷമിക്കണം. 6-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 12-13 വാക്യമാണെന്ന് തോന്നുന്നു. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 12-13 വാക്യം. സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ട്, എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. അത് നാം ഇപ്പം 10-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചൊരു വാക്യം, പ്രയോജനമുള്ളതല്ല. രണ്ടാമത് പറയുന്ന വേറൊരു കാര്യമുണ്ട്. അവിടെയും ഈ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എന്ന് പറഞ്ഞാൽ all things are lawful unto me. പക്ഷെങ്കിൽ രണ്ടാമത്തെ ഭാഗം മാത്രം നമുക്ക് ചിന്തിക്കാം, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. വീണ്ടും നമ്മുടെ ആദ്യത്തെ ചിന്തയിലേക്ക് വരാം. ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതെന്നെ അധീനനാക്കാനായിട്ടുള്ള വല്ല സാധ്യതയും ഇപ്പോഴത്തെ സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യകാലങ്ങളിലെ സീരിയലൊക്കെ വന്ന സമയത്തുണ്ടല്ലോ, സീരിയലൊക്കെ തുടങ്ങിയ സമയത്ത് ടി വിയിൽ നമ്മുടെ പല സഹോദരന്മാർ തന്നെയല്ല, സഹോദരിമാർ കൂടുതലുണ്ടായിരിക്കാം, പക്ഷെ സഹോദരന്മാരും വൈകുന്നേരം ആ സമയമാകുമ്പോൾ അതിന് മുൻപിൽ പോയി ഇരുന്നാലേ അവർക്ക് പറ്റുള്ളൂ. എനിക്ക് ചിലർക്ക് അറിയാം, ആ സമയമാകുമ്പോൾ വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് നോക്കും. ഇവിടെ പറയുകയാണ്, എനിക്ക് സകലത്തിനും കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ സകലത്തിനും അധീനനാകെ. ചിലതൊക്കെ ചിന്തിച്ചു നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാം, മോനെ ഈ വിഷയം നീ ഇന്ന് ഇതിന് പോയി, നാളെ നിന്നെ അധീനനാക്കാനായിട്ട് യു ക്യാൻ ബി അഡിക്റ്റഡ്. എത്രയോ സംഭവങ്ങളാണ് നമുക്ക് ദിവസവും കേൾക്കുന്നത്. ചെറിയ ചെറിയ തുടക്കങ്ങളാണ്. നാം ആ പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്കതിന് കർത്തവ്യമുണ്ടെങ്കിൽ, എനിക്കതിനുള്ള അനുവാദമുണ്ടെങ്കിൽ, എനിക്ക് ആരോടും ചോദിക്കാനില്ലെങ്കിൽ, എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും നാം ഓർക്കണം, ഇത് നമ്മളെ അധീനനാക്കാനായിട്ടുള്ള പല സാധ്യതയുണ്ട്. ഇവിടെ പറയുകയാണ്, എനിക്ക് സകലത്തിനും കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാണ്.
നമ്മുടെ ജീവിതത്തിൽ ചില അഡിക്ഷനിലേക്ക് പോകാൻ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും കാണും. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ചിലത് നമുക്ക് ഉപേക്ഷിക്കാൻ വലിയ പാടാ. കർത്താവിന്റെ അടിമകളാണ് എന്നുള്ള ചിന്ത നമ്മൾ ധരിക്കണം. വേറെ ഒന്നിന്റെയും അടിമകളാകാനായിട്ട് നമുക്ക് ഇടയാകരുത്. നമ്മൾ ശരിയാതെ അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കാര്യം കൂടെ, 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന വേറൊരു വിഷയം. 10-ാം അധ്യായത്തിന്റെ 25 മുതൽ 30 വരെ അവിടെ എത്തിച്ചാൽ നമുക്കിവിടെ നിർത്തുവാനായിട്ട് സാധിക്കും. 10-ാം അധ്യായത്തിന്റെ 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുവാണ്, അങ്ങാടിയിൽ നിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നും. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതുണ്ട്. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നും. എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർത്ഥം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റേതല്ല, മറ്റവൻ്റേതത്രേ. എൻ്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധന നിമിത്തം ഞാൻ ദൂഷിക്കപ്പെടുന്നത് എന്തിന്? എന്നോട് അവസാനിപ്പിക്കുകയാണ്. മറ്റുള്ളവന്റെ ഒരു മനസാക്ഷി നാം മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ മനസാക്ഷി മലിനപ്പെടുന്ന രീതിയിൽ നാം ഒരു കാര്യത്തിൽ ഇടപെടുവാനായിട്ട് പാടില്ല. ദൈവം അടുത്ത ആഴ്ച സമയം പോയല്ലോ, നമുക്ക് അടുത്ത ആഴ്ച ദൈവം ആ കാര്യം ചിന്തിക്കാനായിട്ട് സാധിക്കും. വിഷയം ഇതാണ്, ഞാൻ സ്വതന്ത്രനാണ്. എനിക്ക് ചിലതൊക്കെ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെങ്കിൽ ആ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം ഇന്ന് കേട്ടത്. ദൈവം നമ്മെ സഹായിക്കുമാറാണ്. വരും ദിവസങ്ങളിൽ ഈ ചിന്തിച്ച കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾ നമ്മെ എതിരിടുമ്പോൾ, അല്ലെങ്കിൽ ഓരോ വിഷയങ്ങൾ ചോദ്യങ്ങളായിട്ട് നമ്മുടെ മുൻപിൽ വരുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മോട് ചോദിക്കുമ്പോൾ ഈ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഓരോന്നും ചോദിച്ചു നോക്കിയാൽ ആ വിഷയത്തിന് ഉത്തരം ലഭിക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശേഷാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ അവർ നന്നായി ജീവിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അവരെ ദൈവകരങ്ങൾ പ്രകടിപ്പിക്കാം. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.